ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് ഹുണ്ടായി i20 ആണ്. അപ്പോൾ ഈ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് ട്രബിളിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വണ്ടി കസ്റ്റമർ കംപ്ലയിൻറ്റ്, വണ്ടി ഒരു ചെറിയൊരു സൗണ്ട് കേട്ടു, വണ്ടി സ്റ്റാർട്ട് ആവാത്ത ഒരു അവസ്ഥ വന്നു. നമ്മൾ പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി ക്രാങ്ക് ആവുന്നുണ്ട്, പക്ഷേ സ്റ്റാർട്ടേ ആവുന്നില്ല. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എന്നുള്ള ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ടൈമിംഗ് സൈഡ് അതുപോലെ തന്നെ ടാപ്പറ്റ് റിവാൾഗോറൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവാതെ വന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് കവറും കാര്യങ്ങളൊക്കെ അഴിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാൽവ് കവറും അഴിച്ചു വെച്ചിട്ടുണ്ട്. ക്യാമും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. വണ്ടി ഒരു ചെറിയ സൗണ്ടോട് കൂടി വണ്ടി ഓഫായി കഴിഞ്ഞിട്ട് പിന്നീട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ നമ്മൾ ചെല്ലുന്ന അവസരത്തിൽ നമ്മൾ ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു സൗണ്ട് ടാപ്പറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടി ഫ്രീ കറക്കം പോലെയാണ് തോന്നുന്നത്. ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. നമ്മളിപ്പോൾ അഴിച്ചു വെച്ചേക്കുന്നത് വെച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചേക്കുന്നതെന്ന്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഹൈഡ്രോളിക് ടാപ്പറ്റ് അഴിച്ച് വെച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് ഊരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഹൈഡ്രോളിക് ടാപ്പറ്റ് ഇതിൻ്റെ പൊട്ടിയിട്ടുണ്ട്. അതാണ് ഈ സൗണ്ട് കേൾക്കാനുള്ള ഒരു കണക്കടക്കടകട എന്നുള്ള ഒരു സൗണ്ട് കേട്ടത്. ഈ ഒരു ടാപ്പറ്റ് പൊട്ടിപ്പോയതാണ്. അതായത് ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ടും പൊട്ടി പോയിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഈ ഭാഗത്തുനിന്ന് ഈ പ്ലഞ്ചറിലൂടെ ലോക്കായി നിൽക്കുന്നതാണ്. ഈ ലോക്കായി നിൽക്കുന്ന ഭാഗത്ത് ലോക്ക് മാത്രം കറക്റ്റായിട്ട് നിൽപ്പുണ്ട്, പക്ഷേ ഇതിൻ്റെ മുകളിൽ വരുന്ന ഭാഗം പൊട്ടിപ്പോയിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം പൊട്ടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഹൈഡ്രോളിക് ടാപ്പറ്റ് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ വണ്ടി ഓഫായതാണ്. മീൻസ് ബാക്കിയുള്ളതിന് ഓയിൽ കംപ്രഷൻ കിട്ടാണ്ട് വണ്ടി ഓഫായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പൊട്ടാനുള്ള ഒരു കാരണം, അതുപോലെ തന്നെ വണ്ടി ഓഫാവാനുള്ള കാരണം, പിന്നീട് സ്റ്റാർട്ടാവാതെ വരാനുള്ള ഒരു കാരണം ഇതിൻ്റെ ഓയിൽ മുകളിലോട്ട് കയറി വരാതെ വന്നതാണ്. ഓയിൽ മേളിലോട്ട് കയറി വരാതെ ഇതിൻ്റെ ക്യാമിൻ്റെ കപ്പ് അതുപോലെ തന്നെ ക്യാമും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ ക്യാം ഷാഫ്റ്റാണ്. 2 ക്യാം ഷാഫ്റ്റും നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തോട്ട് ക്യാം ഷാഫ്റ്റിൻ്റെ ഈ ഭാഗത്തോട്ട് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, നല്ല രീതിയിൽ ഒരഞ്ഞ പാട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇങ്ങോട്ട് നോക്കിയാൽ നല്ല രീതിയിൽ ഒരഞ്ഞ പാട് കാണാം. ഈ ഭാഗത്തോട്ട് നോക്കിയാൽ നല്ല രീതിയിൽ ഒരഞ്ഞേക്കുന്ന ഒരു പാട് കാണാനായിട്ട് സാധിക്കും. അതേസമയം ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഈ ഭാഗത്ത് പിടിച്ചിട്ടുണ്ട്. ചിലത് പിടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4 കപ്പ് ക്യാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഭാഗത്ത് നോക്കിയാൽ ഒരു 4 കപ്പ് 3, അതുപോലെ തന്നെ ഈ ഒരു കപ്പ് കൂടെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, ഫുള്ളായിട്ട് ഈ അലൂമിനിയം വന്നിട്ട് നല്ല രീതിയിൽ ഒരഞ്ഞ് പോയേക്കുന്നതാണ് ഈ കാണുന്നത്. മീൻസ് ഓയിൽ നല്ലതുപോലെ കയറാതെ വന്നിട്ട് ലൂബ്രിക്കേഷൻ കിട്ടാണ്ട് ഒരഞ്ഞ് പോയേക്കുന്നതാണ് ഈ കാണുന്നത്. നല്ല രീതിയിൽ പിടിച്ചേക്കുന്നതാണ് ഈ കപ്പ്. ഒരു 4 കപ്പ് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് പിടിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഓയിൽ മേളിൽ കയറി വരാതെ വന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രെയിനർ. ഇതിൻ്റെ ക്രാങ്ക് കേസ് നമ്മൾ അഴിച്ചു വെച്ചേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സ്ട്രെയിനർ വരുന്നത്. അപ്പോൾ ഈ സ്ട്രെയിനറിനുള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് ഇതിനകത്ത് സ്ലെഡ്ജ് കയറിയിട്ട് ഫുള്ളായിട്ട് അടഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇത് ഫുള്ളായിട്ടും ശരിക്കും അടഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ കുറച്ചെടുത്ത് കളഞ്ഞതാണ്. അപ്പോൾ ഇതിനകത്തോട്ട് അതായത് ഹോള് കാണാൻ പറ്റാത്ത രീതിയിൽ ഇതിനകത്ത് സ്ലെഡ്ജ് അടിഞ്ഞു കൂടിയിരിക്കും. ഒരു ചെറിയ മൈനസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് കുത്തുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് വരുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇതിനകത്തോട്ട് കുത്തുമ്പോൾ ഒരു കെമിക്കൽ ഫോമിലാണിത്. അതായത് ഒരു തരി പോലെ ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നല്ല പൊടി പോലെ, അതായത് മൺതരി പോലെ നല്ല കട്ടിയായിട്ട് ഇതിനകത്ത് നിന്ന് ഒരു തരി പോലെയാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. നോക്കിയാൽ മനസ്സിലാവും, ഫുള്ളായിട്ട് തരി പോലെ. അതായത് ഏതോ ഒരു കെമിക്കൽ ഫോർമേഷനകത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു തരി വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് പൊടിയുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും നല്ല കാര്യമായിട്ടുള്ള പൊടിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം മണ്ണൊക്കെ നമ്മൾ കല്ലൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ ഒരു തരിയാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. അതായത് ഇതിനകത്ത് ഫുള്ളായിട്ട് ഇത് അടിഞ്ഞുകൂടി ഇരിക്കുകയാണ്. ഇതേപോലെ നോക്കിയാൽ മനസ്സിലാവും, ഫുള്ളായിട്ട് തരി പോലെ ഈ സ്ട്രെയിനറിനകത്ത് ഇരുന്ന് ബ്ലോക്കായിട്ട് അങ്ങനെ മേളിലോട്ട് ഓയിൽ വരാതെ ഇരുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്.
ഫുള്ളായിട്ട് തരി പോലെയാണ് ഇതിനുള്ളിലിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഫുള്ളായിട്ട് നമുക്ക് ശരിക്കും ഇത് നല്ല രീതിയിൽ ഇതിനകത്ത് ഫുള്ളായിട്ട് ബ്ലോക്കായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ എടുത്താലും ഇതിനകത്ത് നല്ല രീതിയിലുള്ള കരി പോലുള്ള ഒരു തരിയാണ്. അതായത് ഫുള്ള് മൺതരി പോലെ ഓയിൽ കട്ടിയായിട്ട്, മീൻസ് ഓയിൽ കട്ടിയാവാനുള്ള ഒരു കാരണം നമ്മളിതിനകത്ത് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് നമ്മൾ ഫ്ലഷിംഗ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കാർബൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻജിൻ ഫ്ലഷ് ഉപയോഗിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ക്രാങ്ക് കേസ് അഴിച്ച് ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോൾ ഇതിനകത്ത് സ്ലഡ്ജ് എല്ലാം കൂടെ താഴെ വന്ന് ക്രാങ്ക് കേസിൽ കിടക്കും. ക്രാങ്ക് കേസിൽ കിടന്നിട്ട് അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ആ കെമിക്കലിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഇത് കാലക്രമേണ തരിതരി പോലെ വരും. തരിതരി പോലെ വന്നിട്ട് ഈ സ്ട്രെയിനറിൽ കയറിയിട്ട് ഇതിനകത്തോട്ട് നല്ല കാലുകൊടുത്തൊക്കെ പോകുന്ന സമയത്ത് സ്ട്രെയിനർ നല്ല രീതിയിൽ ഓയിൽ വലിക്കും. അപ്പോൾ ഈ തരി വന്നിട്ട് നേരെ ഇതിനകത്തോട്ട് കയറും. ഇതിനകത്തോട്ട് കയറുന്ന സമയത്ത് ഈ സ്ട്രെയിനർ ബ്ലോക്ക് ആവും. സ്ട്രെയിനർ ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിലിന് മുകളിലോട്ട് കയറി വരില്ല. ക്യാമിൽ ക്രാങ്കിൽ അങ്ങനെ ഫുള്ളായിട്ട് ഓയിൽ കയറി വരാതെയാവും. അങ്ങനെ എൻജിൻ പിടിക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എൻജിൻ ഫ്ലഷ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ പുതിയ ഓയിലിൻ്റെ കൂടെ അഡിക്റ്റീവ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അഡിക്റ്റീവ് മാക്സിമം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അഡിക്റ്റീവ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ ഓയിൽ തരിതരി പോലെ ആവാൻ പോകും. ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു കേസിലാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ഈ അഡിക്റ്റീവ് എൻജിൻ ഫ്ലഷ് ഉപയോഗിക്കുന്ന സമയത്ത്. ഈ അഡിക്റ്റീവ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രാങ്ക് കേസ് അഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിടുക, സ്ട്രെയിനർ അഴിച്ച് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ എൻജിൻ ഫ്ലഷ് ചെയ്യുമ്പോൾ എൻജിൻ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രാങ്ക് കേസ് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തരിതരി, അതായത് ഫുള്ളായിട്ട് ഇതിനകത്ത് തരിതരി പോലെയുള്ള ഒരു അവസ്ഥയാണ്. അതായത് ഒരു കെമിക്കൽ ഫോർമേഷൻ നടന്ന പോലുള്ള ഒരു അവസ്ഥയാണ് ഇതിന് കാണുന്നത്. ഫുള്ളായിട്ട് തരിതരി പോലെ ഇരുന്നിട്ട് സ്ട്രെയിനർ ഫുള്ളായിട്ട് ബ്ലോക്കായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് മെയിനായിട്ടുള്ള ഓയിൽ മേളിൽ കയറി വരാഞ്ഞതിൻ്റെ കാരണം ഇതാണ്, സ്ട്രെയിനർ ബ്ലോക്ക് ആയതാണ്. അപ്പോൾ കൂടുതൽ കേസിലും ഈ എൻജിൻ ഫ്ലഷ് അതുപോലെ തന്നെ ഓയിൽ അഡിക്റ്റീവ് ഒക്കെ ഉപയോഗിക്കുന്ന വണ്ടികൾക്കാണ് കൂടുതലായിട്ടും ഇങ്ങനെ കണ്ട് വരുന്നത്. കാരണം ഫുള്ളായിട്ട് അകത്തോട്ട് ക്രാങ്ക് കേസിൽ പോയിട്ട് വീഴാനുള്ള. അപ്പോൾ ക്രാങ്ക് കേസിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ക്രാങ്ക് കേസ് വരുന്നത്. ഇതിനകത്തോട്ട് നോക്കിയാൽ അതേ ഫുള്ള് ഈ പറഞ്ഞ പോലുള്ള കരിയാണ് ഇതിനകത്ത് കാണുന്നത്. മീൻസ് ഒരു മൺതരി പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലപോലെ പൊടിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് പൊടിയുന്നുമുണ്ട്. ഫുള്ള് തരിയാണ് ഇതിനുള്ളിലെല്ലാം, ആ ഒരു തരിയാണ്. ഇതിനകത്തോട്ട് നോക്കിയാൽ ഇങ്ങനെ ഒലിച്ചു വരുന്ന പാടില്ലാത്ത തരി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ല തരിയാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ഇതിനകത്ത് ഫുള്ള് തരിയാണ്. ആ ഒരു തരി പോലുള്ള ഒരു ഇതാണ് ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് പോളിഷ് ചെയ്ത് ഇടേണ്ടതായിട്ടുണ്ട്. പോളിഷ് ചെയ്ത് ഇട്ടിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ, ഓയിൽ പ്രഷർ കറക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഹെഡും കാര്യങ്ങളൊക്കെ മാറേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ വലിയൊരു എമൗണ്ടിലേക്കും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ നമ്മൾ ഈ എൻജിൻ ഫ്ലഷ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ക്രാങ്ക് കേസ് മസ്റ്റായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കരി കൂടിയിട്ട് സ്ട്രെയിനർ ബ്ലോക്ക് ആവും. അതുപോലെ തന്നെ എൻജിൻ ഫ്ലഷ് ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മുകളിലുള്ള അതേ സ്ലെഡ്ജും കാര്യങ്ങളൊക്കെ താഴെ വന്ന് കിടക്കും. നമ്മൾ ഓയിൽ അഴിച്ചു വിട്ടാലും അത് ഫുള്ളായിട്ട് പോവില്ല, ക്രാങ്ക് കേസിനകത്ത് തന്നെ കിടക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്ട്രെയിനർ കയറി ബ്ലോക്ക് ആവാനൊക്കെ ഉള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പിന്നെ എൻജിൻ പണിയിലേക്ക് വലിയൊരു എമൗണ്ടിലേക്കൊക്കെ അത് പോയെന്ന് വരാം. അതുപോലെ തന്നെയാണ് ഓയിൽ അഡിക്റ്റീവ് ഉപയോഗിക്കുമ്പോഴും. ഓയിൽ അഡിക്റ്റീവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റിൽ കറക്റ്റായിട്ട് തന്നെ ക്രാങ്ക് കേസ് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുക. അപ്പോൾ ഏത് വണ്ടി ആയാലും നമ്മൾ കറക്റ്റായിട്ട് സമയത്ത് ഓയിൽ കറക്റ്റ് പീരിയഡിൽ തന്നെ ഓയിൽ മാറിവിടുക. അതുപോലെ തന്നെ കൂളൻറ്റും കറക്റ്റായിട്ട് തന്നെ മാറിവിടുക. ബാക്കിയുള്ള മെയിൻറ്റെയിൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഓയിൽ നമ്മൾ മാറാണ്ട് ഇരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എൻജിൻ നല്ല രീതിയിൽ സഡ്ജ് ആവാൻ തുടങ്ങും, ക്രാങ്ക് കേസ് ബ്ലോക്ക് ആവാൻ തുടങ്ങും. അതുപോലെ തന്നെ സ്ട്രെയിനർ ബ്ലോക്ക് ആവാൻ തുടങ്ങും. ഓയിൽ മേളിൽ കയറി വരാതെ ഇരിക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് എൻജിൻ ഫുള്ള് പണിയേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നീട് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെ പോകും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അവസ്ഥ നമുക്ക് നോക്കാം. ഈ ക്യാമിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള തേയ്മാനം വന്നേക്കുന്നത്. ഈ ഭാഗത്ത് നോക്കി ആ ക്യാപ്പിൻ്റെ അതേപോലെ തന്നെയാണ് ഇതിനകത്തും തേഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇതിലോട്ട് നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് തേഞ്ഞ്, അതായത് ഓയിൽ മുകളിൽ കയറി വരാണ്ട് ഫുള്ളായിട്ട് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നല്ല തരിതരി പോലെ പിടിച്ച് ഇത്രയ്ക്ക് ഒരു MM വരെ കട്ടായിട്ട് ഇതിനകത്ത് പോയിട്ടുണ്ട്. ചിലതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല പോലെ ഇരിപ്പുണ്ട്. ഇതിന് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഒരു സൈഡ് പിടിച്ചിട്ടുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു സൈഡ് പിടിച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങനെ ഒരു 4 എണ്ണമാണ് പിടിച്ചേക്കുന്നത്. ഒന്ന് ഇത്,
2, അതുപോലെ തന്നെ 3, അതുപോലെ തന്നെ 4. ബാക്കിയുള്ളതിനൊക്കെ ചെറിയ പാടും ഇതൊക്കെ പിടിക്കാറായി തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു പാട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പോളിഷ് ചെയ്ത് ഇടണം. പോളിഷ് ചെയ്ത് ഇട്ട് നിന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെഡ് മാറേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏത് വണ്ടി ആയാലും കറക്റ്റ് സമയത്ത് ഓയിൽ മാറുക. നമ്മൾ കറക്റ്റായിട്ട് ഓയിൽ മാറുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ ഫ്ലഷിൻ്റെ എൻജിൻ അഡിക്റ്റീവിൻ്റെ ഒന്നും ഒരു ആവശ്യവും വരുന്നില്ല. അഥവാ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ക്ലാങ്ക് കേസ് അയച്ച് ക്ലീൻ ചെയ്ത് വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ സ്ട്രെയിനർ ബ്ലോക്കായിട്ട് നേരെ ഓയിൽ മേളിൽ കയറാതെ വന്നിട്ട് ഹെഡ് പിടിക്കും, പിസ്റ്റൺ പിടിക്കും. അങ്ങനെ വലിയൊരു ഫുൾ എൻജിൻ പണിയിലേക്കൊക്കെ അത് പോയെന്ന് വരും. അപ്പോഴത്തേക്ക് നല്ലൊരു എമൗണ്ട് ആവും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് വണ്ടി എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഓയിലിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കുക. ഓയിലിന് എങ്ങനെയുണ്ട് വിസ്കോസിറ്റി, കറക്റ്റായിട്ട് ഓയിൽ മാറുന്ന വണ്ടിയാണോ, ഇതൊക്കെ നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു സെക്കൻഡ് എടുത്ത വണ്ടിയാണ്. അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടാപ്പറ്റൊക്കെ അടിയുള്ള സൗണ്ടും ചെയിനടിയൊക്കെ ഉള്ള സൗണ്ട്, ക്രാങ്കടിയൊക്കെ ഉള്ള ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓയിലിൻ്റെ കൂടെ അഡിക്റ്റീവ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു സൗണ്ടിന് വ്യത്യാസം വരും. മീൻസ് സൗണ്ട് കുറയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ എഞ്ചിന് വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും കാണില്ല. നമ്മൾ അടുത്ത ഓയിൽ ചേഞ്ച് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് ഓടി കഴിയുമ്പോഴത്തേക്ക് എഞ്ചിന് സൗണ്ട് ആവും. ഇതുപോലെ തന്നെ ക്രാങ്ക് കേസ് ഇതേപോലെ തന്നെ ബ്ലോക്ക് ആകാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ അത് നമ്മൾ ഓയിൽ തുറന്ന് നോക്കിയിട്ട് ഓയിലിൻ്റെ തിക്നെസ് കറക്റ്റായിട്ട് നോക്കുക. ഇതിലേതെങ്കിലും തരത്തിലുള്ള അഡിക്റ്റീവ് ഉപയോഗിച്ചിട്ടുണ്ടോ, ഈ സൗണ്ട് നിൽക്കാനായിട്ട് അഡിക്റ്റീവ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കറക്റ്റായിട്ട് തന്നെ നോക്കുക. അപ്പോൾ സെക്കൻഡ് വണ്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വരുന്നത്. കറക്റ്റായിട്ട് ഓയിൽ മാറാണ്ട് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് അടിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നേരെ അഡിക്റ്റീവ് ഒക്കെ ഉപയോഗിച്ചിട്ട് സൗണ്ട് മാറും. അങ്ങനെ വണ്ടി കൊടുക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഹുണ്ടായി i20യുടെ ഡീസലിൻ്റെ സ്റ്റാർട്ടിംഗ് ട്രബിളിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.